കൊഞ്ചലിന്റെ ചിങ്കാര ചന്തം വിരിഞ്ഞ സർഗവേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കുഞ്ഞു പാട്ടിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. പാട്ടിന്റെ വസന്ത നിറവിലേക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി ജാൻവി കുട്ടിയെത്താണ്. സോ വെൽക്കം ജാൻവി. ജാനവി ജാനേ ജാൻവി, ഇതാണ് ഹെയർ സ്റ്റൈലൊക്കെ അതിഗംഭീരമായിരിക്കുന്നല്ലോ. സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. മോടെ ഒരു പാട്ട് കേട്ടാലോ? അതെ. ഏത് പാട്ടാ? മാരിമലർ ചൊരിയുന്ന കറുമ്പിപ്പെണ്ണെ. മതിയോ മധു? ബാക്കി കാര്യങ്ങളൊക്കെ അത് എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാർ. പിന്നെ മ്യൂസിക് ദേവരാജ മാസ്റ്റർ. പാടിയത് മാധുരി അമ്മ. സിനിമ മരം. മരം മരം ദ ട്രീ അല്ലേ? ഓക്കെ മോളെ, മോൾ പാട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാനത്തെ മട്ടുപ്പാവിലെ കൂറും പെണ്ണേ
ജാൻവി, ഓ നല്ല സെലക്ഷൻ, എല്ലാം കൊള്ളാം. കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമ്മൾ പാട്ട് പാടി, പക്ഷെ അതിനകത്ത് ശ്രുതി, ഞാൻ പല സ്ഥലത്ത് ഞാൻ മധുവായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുന്നു. ഈ വായോ, അതുപോലെ എന്താണ് താലിയുമായി ഒരുപാട് സ്ഥലം, Landing കറുമ്പി notes. പെണ്ണെ, അവിടെ എല്ലാം മോള് വെറുതെ പാടിപ്പോകുന്നതല്ല, കറക്റ്റായിട്ട് ശ്രുതിയും നോട്ട്സും അത് ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഈ കൊട്ടും കുരവയും. അതില്ലേ, അവിടെ ഭയങ്കരമായിട്ട് ചാടിയെടുത്ത് കൊട്ടും കുരവ ആദ്യം, സെക്കൻഡ് ക്ലീനായിട്ട് പാടി. കൊട്ടും കുരവയും കേൾക്കണം, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശ്രുതിയാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മൾ ഒരു വരി പാടിയിട്ട് അതിൻ്റെ ലാൻഡിങ് നോട്ട് വരുമ്പോൾ അത് എന്താ പറയുക, കുറേ ശ്രുതി വ്യത്യാസം വരുമ്പോഴത്തേക്കും ടോട്ടാലിറ്റിയിൽ അത് അഫക്റ്റ് ചെയ്യും. ടോട്ടൽ സോങ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നും. ഈ പാടുന്ന 5 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം നല്ല ശബ്ദം, അതായത് ഓമനിക്കാൻ തോന്നുന്ന ഒരു മനോഹരമായിട്ടുള്ള ശബ്ദം. അതെ അതെ. ചില സ്ഥലങ്ങളൊക്കെ പാടുമ്പോൾ ആഹാ എന്ന് പറഞ്ഞു പോകും. അത്രയും കഴിവുള്ളൊരു കുട്ടിയെ ശ്രദ്ധിക്കാതെ പാടുന്നതാണോ അതിങ്ങനെ അറിയാതെ വന്നു പോകണമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബി കോഷ്യസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്തോറും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജാൻവിക്കുട്ടി, എന്തോ ഇതിപ്പോ ഈ പ്രശ്നം എന്ന് വെച്ചാൽ മോളുടെ ശ്രുതി മൈന്യൂട്ട് ശ്രുതി ചേരായിക, നോട്ട്സ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നില്ല കറക്റ്റായിട്ട്. ചില മറ്റേ കറമ്പി പെണ്ണെ പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ മിഡിലില് ഒരു ഇതില്ലേ, കൊട്ടും കുരവയും, അതിന്റെ അത് കഴിഞ്ഞിട്ട് എന്താ വാക്ക് കേക്കണ അല്ല, അന്ന് പാടി കൊട്ടും കുരവയും കേൾക്കണ. കൊട്ടും കുരവയും കേക്കണ. കറക്റ്റാണ്. ഇപ്പം എന്ത് പറ്റി ശ്രദ്ധിച്ചു, ഇതാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അതെ അതെ. ഇനി ബാക്കി കൊയലും വിളിയും. കുയലും വിളിയും കേക്കണ. നെക്സ്റ്റ് ലൈനാണ് എനിക്ക് കേൾക്കേണ്ടത്. മാനത്തെ പന്തലിനുള്ളിൽ. മാനാത്തെന്ന് തന്നെയാണോ അതില്? മാനത്തെ മാനാത്തെന്ന് കേൾക്കണോ? മാനാന്ന് പിടിക്കരുത്, മാനത്തെ. മാനത്തെ. ആ യെസ് യെസ് യെസ്. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഇതാണ്. പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു, അങ്കിള് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് മോൾക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാൻവിക്കുട്ടി, ഓ മോളുടെ പാട്ട് കേട്ടപ്പോൾ ജാനകിയമ്മ ചില കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ പാടില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു വോയിസിനോട് വളരെ സാമ്യം തോന്നി. അതാണ് ഒരു ഭയങ്കര ഒരു ഓമനത്തുള്ളൊരു വോയിസ് ഉണ്ട് കേട്ടോ. മോൾക്കത് പ്രായം കൂടിയിട്ടും അത് നിലനിൽക്കുന്നത് ചില കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസിന് അത് നല്ലതാണ്. ചിലതിന് നമ്മൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ പാടാനായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ സാധിക്കുമായിരിക്കും കേട്ടോ. പക്ഷേ ഇതുള്ളത് നല്ലതാണ്, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ശ്രുതിയുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? സാധാരണ ശ്രുതി ബോക്സ് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ പാടുന്ന പാട്ട് മാത്രമാണോ ചെയ്യുന്നത്, അതല്ലാതെ വേറെ എന്തെങ്കിലും എക്സസൈസ്? അല്ലാതെ ചെയ്യുന്നുണ്ട്. വോയിസ് എക്സസൈസ് ചെയ്യാറുണ്ടോ? എങ്ങനെ? സാധകം, കർണാട്ടിക് ബുക്കിലുള്ള സ്വരങ്ങളൊക്കെ പാടുന്നു. ഓക്കെ, നമുക്കിപ്പം കർണാട്ടിക്കിൽ നമുക്ക് കുറേ എക്സസൈസുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊരു നോട്ട് അപ്പുറത്തോട്ട് ചാടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് ഡെയിലി. അതായത് നമ്മൾ പാടുന്ന ആ സ്കെയിലിനകത്തുള്ള ഓരോ സ്വരങ്ങളെയും മാറി മാറി ലോങ്ങർ ഇൻ്റർവെൽസിൽ പാടി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ സ റി സ ക സ മ സ പ പ. അപ്പോൾ സ്ട്രെയിറ്റ് സ ധ സ നീ സ സ. അകാരം ആ 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 ആ. ഇത് നമ്മൾ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ കിട്ടും. അതായത് ഇത് ഓരോ സ്വരം പാടാനായിട്ട് നമുക്ക് ഓരോ മസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ മസിൽസ് പ്രോപ്പർലി സ്ട്രോങ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ പിച്ചിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ശ്രുതി കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ടയേർഡ് ആണെങ്കിൽ ആ മസിൽ വീക്കാകുമ്പോഴും ശ്രുതി ചിലപ്പോൾ പോകാം. എന്നാൽ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ആ മസിൽസിനെ പ്രോപ്പറായിട്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പോൾ മോളത് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ജാൻവിക്കുട്ടി, എന്തോ അങ്ങ് കോഴിക്കോട് അങ്ങാടിയിലെ മുട്ടായി തെരുവില്ലേ, അവിടുത്തെ ഒരു അലുവയില്ലേ, അലുവ പോലത്തെ ഒരു ശബ്ദമാണ് ജാൻവിക്കുട്ടിക്കുള്ളത്. അതിനകത്തൊരു വരിയുണ്ട് അങ്ങനെ. അതൊക്കെ പാടുമ്പോൾ ശരിക്കും ആ ശബ്ദം അത്രയും മനോഹരമാണ് മോളുടെ. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്തായാലും ഇനി പാട്ടിൽ എടുക്കുകയാണല്ലോ. അപ്പം ഇങ്ങനത്തെ അതിൻ്റെ എക്സസൈസുകളാണെങ്കിലും വോയിസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ച്
അസലായിട്ട് പാടുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചുമ്മാ കേട്ടോ, രസത്തിന് പറഞ്ഞതാ. ജാൻവി കുട്ടി, so we are giving you 97 out of 100. താങ്ക് യു സാർ. ആഡിയോ JANVI പൂക്കുറ്റി. താങ്ക് യു സാർ. All the best, Tata. ടാറ്റാ. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.